നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ വൈറസിനെ നേരിടാൻ ഒന്നിലേറെ വാക്സിനുകളും രാജ്യാന്തര തലത്തിൽ കൂട്ടായ പരിശ്രമവും വേണ്ടിവരുമെന്ന് അമേരിക്കൻ ഗവേഷകർ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തുകയുണ്ടായി. ആരോഗ്യ വിദഗ്ധനായ ആന്റണി ഫൗച്ചി ഉൾപ്പെടുന്ന അമേരിക്കൻ സംഘമാണ് പൊതു സ്വകാര്യ മേഖലകളുടെ പങ്കാളിത്തത്തോടെയുള്ള വാക്സിൻ നിർമ്മാണവും ചികിത്സയും ഗവേഷകരും തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും അടിവരയിടുന്നത്. അങ്ങനെ ലോകാരോഗ്യ സംഘടനയ്ക്കൊപ്പം CEPI, അതായത് കോർഡിനേഷൻ ഫോർ എപ്പിഡമിക് പ്രിപ്പയർഡൻസ് ഇന്നോവേഷൻസ് പോലുള്ള കൂട്ടായ്മകളുടെ ആവശ്യകതയും അമേരിക്കൻ ഗവേഷകർ ഊന്നി പറയുന്നുമുണ്ട്. ലോകമെങ്ങുമുള്ള കോവിഡ് വാക്സിൻ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായമടക്കം നൽകുന്ന കൂട്ടായ്മയാണ് CEPI. മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് അടക്കമുള്ളവർ ഈ കൂട്ടായ്മയ്ക്ക് സംഭാവനയും നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള രാജ്യാതിർത്തികൾക്ക് അപ്പുറമുള്ള കൂട്ടായ്മകൾ കോവിഡിനെ നേരിടാൻ ആവശ്യമാണെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പും ലഭ്യമാകുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭിപ്രായത്തിന് വിരുദ്ധമാണ് ഈ ആഗോള കൂട്ടായ്മ എന്ന ആശയവും. ആദ്യഘട്ടത്തിൽ അമേരിക്ക ഈ വർഷം അവസാനത്തോടെ കോവിഡ് വാക്സിൻ കണ്ടെത്തുമെന്നാണ് ട്രംപ് വ്യക്തമായി പറഞ്ഞിരുന്നത്. എന്നാൽ തന്നെ വാക്സിൻ ഇല്ലാതെ തന്നെ കോവിഡിനെ തുരത്താനാകുമെന്നായി ട്രംപിന്റെ ഇപ്പോഴത്തെ അഭിപ്രായം. അങ്ങനെ വൈറ്റ് ഹൗസ് കൊറോണ വൈറസ് ദൗത്യ സംഘത്തിലെ പ്രധാന ആരോഗ്യ വിദഗ്ധനായ ആന്റണി ഫൗച്ചിയുമായുള്ള ട്രംപിന്റെ അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്യമായി തന്നെ വെളിപ്പെടുന്നു. ലോക്ക്ഡൌൺ വേഗത്തിൽ ഇല്ലാതാക്കണമെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോൾ ആ നീക്കം കൂടുതൽ ആപത്ത് വിളിച്ചു വരുത്തുമെന്നാണ് ഫൗച്ചി പറയുന്നത്. വാക്സിൻ നിർമ്മാണത്തിലെ വെല്ലുവിളികളെക്കുറിച്ചും അമേരിക്കൻ ആരോഗ്യ വിദഗ്ധർ ആശങ്കയും ഊന്നി പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ 40 ലക്ഷത്തിലേറെ പേരിൽ പടർന്നു പിടിക്കുകയും ലോകത്ത് 3 ലക്ഷത്തിലേറെ മരണങ്ങൾക്ക് കാരണമാവുകയും ചെയ്ത മഹാമാരിയെ ഒരു വാക്സിൻ കൊണ്ട് മാത്രം തടയാനാവില്ലെന്നതാണ് ഉയർന്ന പ്രധാന ആശങ്കയും. COVID-19 കാരണമാകുന്ന കൊറോണ വൈറസിന് ലോകത്തിന്റെ പല ഭാഗത്തും സംഭവിച്ച ജനിതക മാറ്റങ്ങളാണ് ഒരു മരുന്ന് കൊണ്ട് ഇവയെ ഇല്ലാതാക്കാനാവില്ലെന്ന ആശങ്കയ്ക്ക് പിന്നിൽ എത്തിയിരിക്കുന്നത്. കോവിഡിനെ തുരത്താൻ എന്ത് തരത്തിലുള്ള പ്രതിരോധമാണ് മനുഷ്യന് വേണ്ടതെന്നോ ഇത് എത്ര കാലം മനുഷ്യനെ കോവിഡിൽ നിന്നും രക്ഷിക്കാൻ സഹായിക്കുമെന്നോ ഇപ്പോഴും ഗവേഷകർക്ക് വ്യക്തതയുമില്ല. അതോടൊപ്പം തന്നെ പ്രതിരോധ സംവിധാനത്തെ വലിയ തോതിൽ വാക്സിൻ ഉയർത്തിയാൽ അത് പല വൈറസുകളെയും എളുപ്പത്തിൽ ശരീരത്തിലേക്ക് എത്തിക്കാൻ കാരണമാകുമെന്ന ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിച്ചേക്കാമെന്നും ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാമെന്നും ആശങ്കയും ഉണ്ട്. അങ്ങനെ കണ്ടെത്തുന്ന വാക്സിനുകളുടെ സുരക്ഷിതമാണോ എന്ന് ആവർത്തിച്ച് പരിശോധിച്ച് ഉറപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും പഠനം ഉയർത്തുന്നുമുണ്ട്. ഇതിനൊപ്പം മുതിർന്ന പൗരന്മാരിലും യുവജനങ്ങളിലും ഒരേപോലെ വാക്സിൻ ഫലപ്രദമാകുമോ എന്ന ചോദ്യവും ഉയരുകയാണ്. ലോകാരോഗ്യ സംഘടനകൾക്ക് കീഴിൽ ആഗോളതലത്തിൽ കുറഞ്ഞത് 100 വാക്സിനുകളെങ്കിലും രജിസ്റ്റർ ചെയ്ത് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ 8 എണ്ണമെങ്കിലും ക്ലിനിക്കൽ ട്രയലുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഫലപ്രദമായ വാക്സിൻ നിർമ്മിച്ചാൽ പോലും വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കേണ്ടതിന്റെയും സംഭരിക്കേണ്ടതിന്റെയും ആവശ്യകതകളും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെല്ലുവിളികളെല്ലാം നേരിടാൻ ആഗോളതലത്തിലുള്ള കൂട്ടായ്മയ്ക്ക് സാധിക്കൂ എന്നാണ് അമേരിക്കൻ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. ഫ്രെഡ് ഹച്ചിൻസൺ ക്യാൻസർ റിസർച്ച് സെന്ററിലെ ലോറി കോറെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് മുൻ തലവൻ ഫ്രെഡ് ഹച്ചിൻസൺ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് തലവൻ ഫ്രാൻസിസ് കോളിൻസ്, വാക്സിൻ വിദഗ്ധനായ ജോൺ മസ്കോള തുടങ്ങിയ വിദഗ്ധർ അടക്കമുള്ളവർ ചേർന്നാണ് ഈ പഠനം തയ്യാറാക്കിയിരിക്കുന്നത്. സയൻസ് ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തന്നെ. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.